ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് സമരേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഈ സാധനമൊക്കെ ഓൺലൈനിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയപ്പോൾ നല്ല റേറ്റാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതൊക്കെ എനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്കിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ബുക്ക് മീഷോന്ന് വാങ്ങി. ഇതെത്താൻ ഇച്ചിരി ലേറ്റായി. അത് ബർത്ത്ഡേനെ ഒരു 2 ദിവസം മുമ്പാണ് എത്തിയത്. പിന്നെ എൻ്റെ സൗണ്ട് പോയി. എനിക്ക് പനിയായിരുന്നു. ഇപ്പോഴായിരുന്നു കുറച്ചെങ്കിലും ഓക്കെ ആയത്. അതാണ് സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത്. ഞാനീ നോക്കുന്നത് ഡോർ ലോക്ക് ചെയ്തിട്ടില്ലേ എന്താ വെച്ചാൽ ചെറിയൊരു സൗണ്ട് കിട്ടും. ഞാൻ വെച്ചാൽ സമയമായിട്ട് വന്നതാണ്. അതാ പിന്നെ പെട്ടെന്ന് ഞാൻ മുകളിലോട്ടേക്ക് നോക്കിയത്. ഒരു സൈഡ് ഓൾറെഡി നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലാക്കിയത്. ഞാൻ വിചാരിച്ചതുപോലെ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഇത് നന്നായി ഉണങ്ങിയിട്ട് ഇതിന് മുകളിലുള്ള പൊടികളൊക്കെ തട്ടിക്കളയണം. എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിൽ എഴുതാൻ. എനിക്കറിയില്ല ഇതാവുമെന്ന്. എന്താ വെച്ചാൽ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് എത്താൻ ഇച്ചിരി ലേറ്റായി. അപ്പം അതുകൊണ്ടാണ് ലേറ്റായത്. ഇപ്പം 3 ദിവസമുള്ളൂ. 2 ദിവസം എനിക്ക് ഈവനിങ് വരെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ പിന്നെ നടക്കത്തില്ല. ഇന്ന് മാക്സിമം പെട്ടെന്ന് ആക്കണം. ഇത് ഞാനിപ്പം എനിക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സമയം എത്തും. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ഇനി കുറച്ചുകൂടി വന്ന് എന്തെങ്കിലും കഴിച്ച് പിന്നെയും ജിമ്മിൽ പോകും. ഒരു 2 hour എടുക്കും എത്താൻ. ആ സമയം കൊണ്ട് എനിക്ക് ഇതൊക്കെ പണികളൊക്കെ ചെയ്ത് തീർക്കണം. ഓക്കെ. ബർത്ത്ഡേ മോള് ഇങ്ങനെ ആക്കണോ? നമ്മൾ 3 റോസാപ്പൂ വാങ്ങിച്ചിട്ടുണ്ട്. 3 കിട്ടിയിട്ടുള്ളൂ. പിന്നെ ടൗണിലേക്ക് പോകണം. ടൗണിലേക്ക് പോകാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ വാങ്ങിയേക്കുന്നത് വാടി പോകില്ല. അതുകൊണ്ട് 3 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഹാർട്ട് ഷേപ്പിൽ വെക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ വെതറിയാൻ മതിയോ? നമുക്ക് നോക്കാം. ഹാർട്ട് ഷേപ്പിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇന്നലെ ഉണ്ടാക്കിയതാട്ടോ. റെഡിയായിട്ടൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ കേക്ക്. നമുക്ക് സെറ്റ് ചെയ്യണം. ഞാൻ പൊട്ടിക്കുന്ന സാധനം വാങ്ങാമെന്ന് വിചാരിച്ച്. പക്ഷെ വാങ്ങിയിട്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അത് വാങ്ങിയിട്ടുണ്ട്. ഒക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ആദ്യം മേടിച്ച റോസാപ്പൂ കൈ കൊടുക്കാനും, പക്ഷെ എങ്കിൽ അത് ബൊക്ക. അപ്പോൾ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം. തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം. തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. മനസ്സിൻ്റെ കോണിൽ തുളുമ്പിയല്ലോ ഈ ആലോലച്ചുണ്ടിൽ തത്തിയൊരീണത്തേൻ തുള്ളി. ഞാനിത് സെറ്റാക്കുന്നത്. കേക്ക് ഞാൻ ഈ ഇരിഞ്ഞാടപ്പള്ളിയില്ലേ അവിടുന്ന്
ഇന്ന് രാവിലെ നമ്മൾ പോകുമ്പോൾ അവിടെ തുറന്നിട്ടുണ്ട്. ഞാൻ അവിടെ നമ്പളിച്ച് വെച്ച് അപ്പോൾ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്ത് അങ്ങനെ നോക്കി. റോസാപ്പൂ ലെമൺ എഴുതിയൊരു ഷോപ്പുണ്ട്, അവര് മുല്ല മാത്രമേ വെക്കുള്ളൂ. പിന്നെ ഇന്നലെ ഞാൻ ഇവിടെ ഏൽപ്പിച്ച് 3 റോസാപ്പൂ നാളെ സംഘടിപ്പിച്ച് തരണം. അങ്ങനെ വെനോടൊക്കെ കുറേ ദിവസമായി. അത് പിന്നെ പഴയതാണ്, നമ്മുടെ കഴിഞ്ഞ കൊല്ലത്ത് എടുത്തത്. പിന്നെ വേറൊരു സാധനമുണ്ട്, അതെൻ്റെ സ്വന്തം ഉമ്മയാണ്. കറുപ്പിൻ്റെ മുകളിൽ ആവുന്നില്ല, കുറേ കളി കളിച്ചു. നമ്മൾ ഇവിടെ പോയത്, നമ്മൾ ഫുക്കറ്റ് പോയിട്ടില്ലേനോ, അന്നേരം ഫസ്റ്റ് ഫ്ലൈറ്റല്ലായിരുന്നോ നമ്മുടെ പോയേ. അപ്പോൾ അവിടെ നിന്ന് കീ ചെയിനത് പറ്റുവാന്നറിയല്ല. ഇങ്ങനത്തെ ടീഷർട്ടൊക്കെ ഇഷ്ടം. നിങ്ങൾ ഇട്ടോന്ന് എനിക്കറിയില്ല, ഇന്നത്തെ പെയിന്റുകൾ ഇടലില്ല, പക്ഷെ ഇതിടണം. ഡ്രസ്സല്ലേ, പക്ഷെ പെയിന്റ് ഇച്ചിരി ലൂസാണ്, കുഴപ്പമില്ല. അങ്ങനെയുണ്ട് എൻ്റെ സെലക്ഷൻ. അതാണ് ഈ പാൻറ് കിട്ടാൻ ഇവിടെ എവിടെയില്ല. അന്നൊരു നാളിൽ നിന്നനുരാഗം പൂ പോലെ എന്നെ തഴുകി. ആ കുളിരിൽ ഞാൻ ഒരു രാക്കിളിയായി അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു. മിഴികൾ എങ്ങനെയുണ്ട് കേക്ക്? നല്ല കേക്കില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനേ മറ്റേ സാധനമില്ലേ പൊട്ടിക്കുന്നത്, അത് വാങ്ങിക്കാൻ നോക്കി. പിന്നെ ഞാൻ ആലോചിച്ച് ഞാൻ തന്നെ വൃത്തിയാക്കേണ്ടി വരും, അതുകൊണ്ടത് വാങ്ങിയില്ല. ഇത് കേക്ക് അങ്ങനെ നടന്ന് ചോദിച്ചിക്ക് മറ്റേ വേണോ, ഞാൻ പറഞ്ഞു വേണ്ട. പിന്നെ ഞങ്ങൾ വൈകുന്നേരം പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ നൈറ്റത്തെ ഫുഡ് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ 2 വീലറാണ് എടുത്തത്, കാർ എടുത്തില്ല. എന്താ വെച്ചാൽ വൈകുന്നേരം നല്ല ബ്ലോക്ക് ഉണ്ടാവും. തൊണ്ടയോടൊക്കെ അവിടെ സിഗ്നലിൻ്റെ അവിടെ ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ 2 വീലറാകുമ്പം ചെറിയ ഗ്യാപ്പ് കൂടെ ഒക്കെ അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 2 വീലർ എടുത്തത്. പിന്നെ നമ്മൾ നേരെ മാളിലോട്ടേക്ക് പോയി. പിന്നെ നമ്മളെ ബർത്ത്ഡേൻ്റെ അന്ന് പോയാൽ പകുതി പൈസക്ക് നമുക്ക് ഫുഡ് കിട്ടും കേട്ടോ. അതായത് ഫലൂദ, പിസ്സ, അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിസ്സ നമ്മൾ ഓൾറെഡി കഴിച്ചതാണ്, അപ്പം ഫലൂദ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫലൂദ വാങ്ങിച്ചു. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഫുഡ് ഐറ്റംസും നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തു. കഴിക്കാത്തതാണ് ഇതൊക്കെ, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. വേറെ എവിടെയും പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സവനാട്ടിൽ ചെറുതായിട്ട് പനീൻ്റെ ലക്ഷണങ്ങൾ അന്ന് കാണുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് വന്നത്. അപ്പോൾ മഴയുമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ എവിടെയും പോയിട്ടില്ല.